ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലിച്ച് എഫക്റ്റ് ഡിജിറ്റൽ ആർട്ട് ട്യൂട്ടോറിയലാണ്. അപ്പോൾ അതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതുതായിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല, ഫോളോ ചെയ്യാം. ആർട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇത് ഗ്ലിച്ച് എഫക്റ്റിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് വെച്ചതാണ്. നിങ്ങൾ ഈ സെയിം ഡ്രോയിങ് മാഡ് സ്റ്റെഫ് റോബ് എന്ന പ്രമുഖ യൂട്യൂബ് ചാനലിൻ്റെ പേജിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ അയാൾ ചെയ്യുന്നത് പേപ്പറിലാണ്. അപ്പോൾ അതിനെ ഞാൻ നേരെ ഡിജിറ്റലിലേക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, സ്പൈഡർമാൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ മാഡ് സ്റ്റെഫ് റോബിൻ്റെ ആ ഒരു ഡ്രോയിങ് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, ചെറിയ മാറ്റം മാത്രം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഔട്ട്ലൈൻ ഇടുക. അപ്പോൾ അത് ട്രേസ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ടോ വരയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ബ്രഷുകളെ കുറിച്ച് പറയാം. യൂസ് ചെയ്യുന്ന ബ്രഷ് ബോൾ പോയിൻ്റ് പെന്നാണ്. അപ്പോൾ അതിൻ്റെ സൈസ് വളരെയധികം നൈസായിട്ട് എടുത്ത് പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെയധികം ചെറുതാക്കുക. എന്നിട്ട് പെൻ ടൂൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ 2 ലൈൻ ഇടുക. ഇപ്പോൾ ഔട്ട് ലൈൻ ഇടുകയാണെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് പോവുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് യോജിപ്പിച്ച് പോവുകയാണ്, ഇട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ആ ഒരു പ്രോസസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ലെയറിലാണ് ഇത് കിടക്കുന്നത്. ഇത് ആ ലെയറിൽ ഇപ്പോൾ ഈ ഔട്ട്ലൈൻ നിൽക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ബ്രഷിൻ്റെ സൈഡിലായിട്ട് താഴെയായിട്ട് കാണാം ഒരു ഡോട്ട് സർക്കിളിൽ ഒരു എറോ മാർക്ക്, അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് ഫുള്ളായി ബ്ലൂവിൽ കത്തുന്നതായിട്ട് കാണാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ കാണും. 4ാമത്തെ ഓപ്ഷനായിട്ട് കാണാം ട്രാൻസ്ഫോം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നമുക്കത് ചലിപ്പിക്കാൻ സാധിക്കും. ഇത് ഈ ഒരു മെത്തേഡിൽ കുറച്ച് ചലിപ്പിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയത്തെ ഒരു ട്രേസ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് കുറച്ച് മേലോട്ടൊക്കെ പൊന്തിക്കും. ഓക്കെ, ഞാൻ പൊന്തിച്ചത് ഈ ഒരു മെത്തേഡ് കാണാം. ഓക്കെ, ഇത് കുറച്ച് പൊന്തിച്ച് ഓക്കെ കാണാൻ സാധിക്കുമല്ലോ. കുറച്ച് പൊന്തിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ലെയറിൽ നിന്നും വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാം. എന്നിട്ട് ഇപ്പോൾ എടുത്ത് വെച്ച പിക്ചർ സെലക്ട് കൊടുക്കുക. എന്നിട്ട് സെലക്ട് കൊടുക്കുക, ട്രാൻസ്ഫോം അടിക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ചൊന്ന് നോക്കി കൊടുക്കുക, ചെറിയ രീതിയിൽ. ഓക്കെ, അങ്ങനെ അത് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗ്ലിച്ച് ചെയ്യേണ്ട ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലിച്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കളിയിൽ നിന്ന് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് കാണുന്ന കള്ളി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ ടൂളിൽ വന്ന് ഫിൽ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്ന കള്ളിയിൽ യെല്ലോ, ഇപ്പോൾ ഞാനിവിടെ കളർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യെല്ലോ. പിന്നെ രണ്ടാമത് വരേണ്ടത് ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ കഴിഞ്ഞാൽ പിന്നെ പിങ്ക് ആണ് വേണ്ടത്. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്ലൂ കളർ ഫിറ്റ് ചെയ്തു. എന്നിട്ട് വേണ്ടത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, ബ്ലാക്ക്, പിന്നെ ഡാർക്ക് ബ്ലൂ, പിന്നെ ലൈറ്റ് ബ്ലൂ. ഓക്കെ, ലൈറ്റ്. ഇത്രയും കളറുകളാണ് ഗ്ലിച്ച് എഫക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ യെല്ലോ സെലക്ട് ചെയ്തു. ശ്രദ്ധിച്ച് നോക്കാം. ഈ കാണുന്ന കള്ളിയിലേക്ക് ഫില്ല് ചെയ്തു. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയുണ്ട്, ഒന്നും കൂടി അത് മറന്നു എന്നാണ് പറയാൻ. നമ്മൾ ഇതുവരെ കോപ്പി ചെയ്ത 3 ലെയറുകളുണ്ടാവും. അത് 3ഉം മെർജ് ചെയ്തിടുക. ഇവിടെ മെർജ് ഓപ്ഷൻ കാണാം. കുറച്ച് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് വലിച്ച് കഴിഞ്ഞാൽ ഇവിടെ മെർജ് ഓപ്ഷൻ കാണാം. അത് 3ഉം മെർജ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫില്ല് എന്നതിന് യെല്ലോ കളർ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന കള്ളിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അത് ഫില്ല് ചെയ്തു. ഫസ്റ്റ് കള്ളിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് റെഡാണ് സെലക്ട് ചെയ്യുന്നത്. റെഡ് സെലക്ട് ചെയ്ത് സെൻറ്ററിലേക്ക് ആഡ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച പിങ്ക് കളർ എടുത്തിട്ട് ഇതിൻ്റെ റെഡിൻ്റെ 2 ഭാഗത്തായിട്ട് കളർ കാണും. അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, ഇത്
ഈ രണ്ട് ഭാഗത്തേക്ക് കൊടുത്തു. ഇനി സെൻട്രലായിട്ട് ബ്ലാക്കാണ്, അപ്പം ബ്ലാക്ക് സെൻറ്ററിൽ കൊടുത്തു. ഇനി കൊടുക്കേണ്ടത് ഡാർക്ക് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ ഈ ഒരു ഏരിയയിൽ കൊടുത്തു. ഓക്കെ, ഇനി ലൈറ്റ് ബ്ലൂ അത് ഇവിടെയും കൊടുത്തു. ഓക്കെ, അപ്പോൾ തന്നെ ഒരു ഗ്ലിച്ച് എഫക്റ്റായി. അതുപോലെ ഈ ഒരു പാറ്റേൺ മുഴുവനായി ചെയ്യുക. അപ്പോൾ ഈ പാറ്റേൺ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഒന്ന് സ്പീഡായിട്ടൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലിച്ച് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പേപ്പറിലും ഈ സെയിം മെത്തേഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അതേ കളറുകൾ ഇത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം കളറുകൾ. ഓക്കെ, അപ്പോൾ ഈ കളറുകൾ എന്തായാലും വേണം, ഇതുകൊണ്ട് ഗ്ലിച്ച് എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ ഗ്ലിച്ച് എഫക്റ്റ് ഡിജിറ്റൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ ആർട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ ആർട്ടിലേക്ക് മാറ്റി നോക്കിയാലൊന്ന് നോക്കി. അപ്പോൾ ഓക്കെയാണ്. അത് പേപ്പറിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ മൂപ്പരുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.